നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം തുടരുകയാണല്ലോ. നമ്മൾ 2 അധ്യായങ്ങളാണ് കണ്ടത്. 2 അധ്യായങ്ങളിലെ പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത് വ്യക്തിപരമായി നമ്മൾ ക്രിസ്തുവിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും, അതുപോലെ നമ്മൾ എങ്ങനെയാണ് മരണത്തിന് അധീനരായിരുന്നു നമ്മളെ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചത് എന്നുള്ള വിഷയത്തെക്കുറിച്ചുമാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഗ്ദത്തത്തിലൂടെ നമ്മൾ ഗലാത്യ ലേഖനത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു എന്ന വാഗ്ദത്വം നമുക്ക് അബ്രഹാമിൻ്റെ ആ വാഗ്ദത്തത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതുകൊണ്ട്, ക്രിസ്തു എന്ന വാഗ്ദത്വം നമുക്ക് ലഭിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്വത്തിന് മുകളിലുള്ള നിത്യമായ വാഗ്ദത്തങ്ങൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് ആ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്കും ജാതികളും ലോകത്തുള്ള സകല മനുഷ്യർക്കും ഉള്ള ഒരു ഒരൊറ്റ അംബ്രലയുടെ കീഴിലേക്ക് അവരെ കൊണ്ടുവരികയും ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ മറ്റ് ലോകപരമായ വാഗ്ദത്തങ്ങളെ റീപ്ലേസ് ചെയ്യുകയും അങ്ങനെ നമ്മളെല്ലാവരും ഒരു ജാതിയായി, ഒരു മനുഷ്യനായി, ക്രിസ്തു തലയായ ഒരു മനുഷ്യനായി പണിയപ്പെടുകയും ചെയ്തു. അങ്ങനെ വേർപാടിൻ്റെ നടിച്ചൂരി ഇടിച്ചു കളഞ്ഞ് ശത്രുത്വം എടുത്തു മാറ്റി. ഇപ്പൊ ക്രിസ്തുവിൽ നമ്മൾ സ്വന്തക്കാരായി മാറി, സ്വന്തം ജനമായി മാറി. ക്രിസ്തുവിൽ നമ്മൾ വാഗ്ദത്തത്തിന്റെ അവകാശികളായി മാറി. ഈ കാര്യങ്ങളാണ്, ഇത്രയുമാണ് നമ്മൾ ഈ 2 അധ്യായങ്ങളിലായിട്ട് ചുരുക്കമായിട്ട് കണ്ടത്. 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഒരു കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഉപദേശിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ്. അതായത് ഇൻ ക്രൈസ്റ്റ് എന്ന പൊസിഷൻ അതൊരു മിസ്റ്ററിയാണ്. അത് ശരിക്കും ദൈവകൃപയുടെ വ്യവസ്ഥ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു മർമ്മമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പഴയ കാലത്ത് അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. പഴയ കാലത്ത് അത് പിടികിട്ടാതിരുന്ന ഒരു മർമ്മമാണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ദൈവകൃപയുടെ വ്യവസ്ഥ അതെന്താണ്? അത് ഒരു കൺക്ലൂഷന് ശേഷമാണ്. നമ്മൾ 3:16 മുതൽ പുതിയൊരു സിസ്റ്റത്തിലേക്ക് കടക്കുകയാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളാണ്. ആദ്യത്തെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ നമ്മൾ കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും സുവിശേഷം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 3:16 മുതൽ സുവിശേഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതമായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് മുൻപുള്ള ഒരു കൺക്ലൂഡിങ് പാർട്ടാണ് ഈ 3:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ, കണ്ടോ, ആ മീതെ എഴുതിയതാണ് ഈ ജാതികൾ ലഭിച്ച അനുഗ്രഹം എന്താണ്, അതെങ്ങനെയാണ് ക്രിസ്തുവിലുള്ള അനുഗ്രഹം ഇസ്രായേലിന്റെ വ്യക്തിപരമായ അനുഗ്രഹങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് എഴുതി കഴിഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് ഈ വക കാര്യങ്ങൾ, ഈ ഭാഗങ്ങൾ പൗലോസ് എഴുതുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ, അതായത് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ വായിച്ചെങ്കിൽ, ഇതുവരെ നിങ്ങൾ വായിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എൻ്റെ അവബോധം, ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എന്താണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് നിങ്ങൾക്ക് ഇതിനാൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം. അപ്പം മർമ്മം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് പൗലോസ് എന്തുകൊണ്ടാണ് ഇതിനൊരു മർമ്മം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർവ്വകാലങ്ങളിൽ ആർക്കും ഈ ക്രിസ്തു ഈ അർത്ഥത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. അതൊരു മർമ്മമായി അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കത്, പൂർവ്വ പിതാക്കന്മാർക്ക് ആർക്കും ഈ ക്രിസ്തു അങ്ങനെ വെളിപ്പെട്ടു വന്നിരുന്നില്ല. അതുകൊണ്ട് ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോൾ ആത്മാവിൽ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും വിശുദ്ധ അപ്പോസ്തലന്മാർക്കും ഇത് മനസ്സിലായി വന്നതുപോലെ, അതായത് ഈ മർമ്മം ക്രിസ്തു എങ്ങനെയാണ് ദൈവകൃപയുടെ ധനമായിരിക്കുന്നത്, ദൈവകൃപയുടെ വ്യവസ്ഥ, ക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപയുടെ വ്യവസ്ഥ പൂർവ്വകാലങ്ങളിൽ അത് വെളിപ്പെട്ടിരുന്നില്ല. അപ്പോൾ പഴയ നിയമം യേശുക്രിസ്തു ഇല്ലാതെ വായിക്കുമ്പം ഈ ദൈവകൃപയുടെ വ്യവസ്ഥ ഇല്ലാതെയാണ് നമ്മളത് പഠിക്കുന്നത്. അത് അന്ന് മറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. പൂർവ്വകാലങ്ങളിൽ അത് മറഞ്ഞിരുന്നു. അപ്പോൾ പഴയ നിയമം ക്രിസ്തു ഇല്ലാതെ വ്യാഖ്യാനിച്ചാൽ, ക്രിസ്തുവിനെ ഉൾപ്പെടുത്താതെ വ്യാഖ്യാനിച്ചാൽ, ദൈവകൃപയുടെ മർമ്മം മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് ആ ദൈവകൃപയുടെ വ്യവസ്ഥ ഇപ്പോഴും ഒരു മർമ്മമായിട്ട് തന്നെ ഇരിക്കും. അത് അവബോധത്തിലേക്ക് വരികയില്ല, ബോധത്തിലേക്ക് വരികയില്ല. ഇന്ന് ഒരു വലിയ പ്രതിസന്ധി അതാണ്.
നമുക്ക് ഈ പഴയ നിയമത്തെ തുടർച്ചയായിട്ട് പുതിയ നിയമം ഇല്ലാതെ വ്യാഖ്യാനിക്കുമ്പോൾ, നമ്മൾ പഴയ നിയമത്തിന് വ്യാഖ്യാനിക്കുന്ന തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പുതിയ നിയമം ഇല്ലാതെ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത് അതൊരു എന്താ പറയുന്നത്, തെറ്റായ അവബോധം. അതായത് മർമ്മമായി തന്നെ ഇരിക്കും, അതൊരിക്കലും വെളിപ്പെടുകയില്ല. മിസ്റ്ററിയായി തന്നെ ഇരിക്കും. ആ മിസ്റ്ററി വെളിപ്പെട്ട് വരണമെങ്കിൽ ക്രിസ്തു എന്ന വെളിപ്പാട് നമുക്ക് ലഭിക്കണം, ആ അവബോധം നമുക്ക് ലഭിക്കണം. ഓക്കെ, അപ്പോൾ അത് ഈ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു വന്നു. അതാണ് പൗലോസിന് ഭയങ്കരമായ സന്തോഷം. പൗലോസിന് ഇത് പൊരുള് മനസ്സിലായി എന്നുള്ളതാണ് ഈ വചനത്തിന്റെ മൊത്തം. എന്തിനാണ് കർത്താവ് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ തന്നത്? എന്തായിരുന്നു ആ വാഗ്ദത്തത്തിന്റെ അർത്ഥം? എന്താണ് പൗലോസ് ഉദ്ദേശിച്ചിരുന്നത്? ദൈവം ഉദ്ദേശിച്ചിരുന്നത്? പ്രവാചകന്മാർ പഴയകാലത്ത് എന്താ സംസാരിച്ചിരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കുമ്പം എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ലായിരുന്നു. അത് മനസ്സിലായത് ഈ അപ്പോസ്തലന്മാർക്കാണ്. അത് പഴയകാലത്ത് മനസ്സിലാകുന്നില്ലായിരുന്നു. ഓക്കെ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പൊ സകല ജാതികൾക്കും ഉള്ളതാണ് ഇതെന്ന് പഴയ നിയമത്തിൽ തന്നെ പല സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഈ അന്നത്തെ കാലത്ത് അതൊരു മർമ്മമായി അവശേഷിച്ചു. അന്നത്തെ കാലത്ത് അതൊരു മർമ്മമായി അവശേഷിച്ചു. അത് ആരും ഉൾക്കൊണ്ടില്ല. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ തന്നെ പല പ്രോഫസീസ് ഉണ്ട്. ലോകം മുഴുവൻ കർത്താവിനെ അറിയുന്നതായിട്ട്, ഒന്നിച്ച് അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള അനേകം ഈജിപ്ഷ്യൻസും അവരും ഇവരും എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന അനേകം വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പക്ഷെ അവരതെല്ലാം അതിന്റെ പൊരുൾ മനസ്സിലാക്കിയില്ല, അതെങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാക്കിയില്ല. കാരണം അവർ വിഗ്രഹാരാധികളാണ്, അവർക്ക് ഇസ്രായേൽ പൗരത്വമായിട്ട് ബന്ധമില്ല. അത് മാത്രമല്ല കവന്റിനകത്ത് അവരില്ല. അപ്പൊ കവന്റിനകത്ത് ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഈ കർത്താവിനെ ഒന്നിച്ച് സ്തുതിക്കുന്നു എന്നുള്ള കാര്യം പഴയ നിയമത്തിലുള്ള ഒരാൾക്കും മനസ്സിലായില്ല. എന്നാൽ ക്രിസ്തു എന്ന പൊരുളിലൂടെയാണ് അത് സാധിക്കുന്നത് എന്നുള്ള കാര്യം, ഈ ജാതികളെ മുഴുവൻ കൂട്ടിച്ചേർക്കുന്ന ക്രിസ്തു എന്ന പൊരുളിലൂടെയാണ് ദൈവത്തിന്റെ കൃപാദാനത്തെ വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അപ്പോസ്തലന്മാർക്കാണ്, വിശുദ്ധ അപ്പോസ്തലന്മാർക്കാണത് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ജാതികൾ കൂടെ കൂടിച്ചേർന്നുള്ള, ഇപ്പൊ ശരിക്കും ജാതികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമല്ല, ജാതികൾ ഇസ്രായേലിന്റെ വാഗ്ദത്തോട് കൂടിച്ചേരുകയാണ്. ഇസ്രായേലിനാണ് ആ വാഗ്ദത്തം ലഭിച്ചത്. ആ ഇസ്രായേലിന്റെ വാഗ്ദത്തത്തോട് ജാതികൾ കൂടിച്ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളതുണ്ട്, കെട്ടിടം എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ മണവാട്ടി എന്നുള്ളതുണ്ട്. ഇതെല്ലാം സഭയെ കുറിക്കുന്ന പല പല സൂചകങ്ങൾ നമുക്ക് ഈ എഫേസ്യ ലേഖനത്തിൽ കാണാൻ കഴിയും. അത് സഭ എന്ന അതൊരു മർമ്മമായിട്ട് ആ ഒരു ശരീരം, ഇപ്പം പഴയ നിയമത്തിലെല്ലാം ജാതികളെ കാണുന്നത് ശത്രുക്കളായിട്ടാണ്. പക്ഷെ ക്രിസ്തു എന്ന പൊരുളിലൂടെ ദൈവകൃപയുടെ പൂർത്തീകരണത്തിലൂടെ ഈ ജാതികളെല്ലാം യഹൂദന്മാരുടെ കൂടെ ചേർന്ന്, ഒരു വിരല് യഹൂദനാണെങ്കിൽ അടുത്ത വിരല് ജാതി, ഇങ്ങനെ ക്രിസ്തുവിൽ പണിയാൻ പറ്റും. ദൈവം അങ്ങനെ പണിയും, വിശുദ്ധ ജനമായി പണിയും എന്നുള്ള കാര്യം. ഈ മ്ലേച്ഛ ജാതികളെ, വിഗ്രഹാരാധന നശിച്ചുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛ ജാതികളെ യേശു ക്രിസ്തുവിൽ വിഗ്രഹാരാധന എന്നുള്ള അല്ലാതെ തന്നെ ഇമ്മോറാലിറ്റി, അതിനകത്തെല്ലാം ഇമ്മോറൽ കോൺഷ്യൻസ് ഉള്ള ഒരു ജനത്തെ വിശുദ്ധ ജനമായി ക്രിസ്തുവിൽ പണിയുമെന്നുള്ളതും, അതിന് ന്യായപ്രമാണം തന്നെ ആവശ്യമില്ല എന്നുള്ളതും, ന്യായപ്രമാണത്തിന് അപ്പുറത്തുള്ള ഒരു നീതിയിലൂടെ ഈ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളില്ലാതെ ആ കയ്യെഴുത്ത് കീറിക്കളഞ്ഞിട്ട് നമുക്കെതിരെയുള്ള വിരോധവും ചട്ടവും എല്ലാം എടുത്തു കളഞ്ഞ് ആ പ്രമാണത്തെ തന്നെ, അതായിരുന്നു ശത്രുത്വം, ആ ശത്രുത്വത്തെ എടുത്തു കളഞ്ഞ്, ആർക്ക് ശത്രുത്വം? ഈ ഏക ശരീരമായിട്ട് ഈ ജനത്തെ മുഴുവൻ പണിയുന്നതിന് തടസ്സമായിരുന്ന ആ പ്രമാണത്തെ എടുത്തു മാറ്റി, ചട്ടങ്ങൾ എടുത്തു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ക്രിസ്തു എന്ന ഏക പ്രമാണത്തിലേക്ക്, ആത്മാവിന്റെ പ്രമാണത്തിലേക്ക്, ജീവന്റെ പ്രമാണത്തിലേക്ക് സകല ജാതികളെയും ചേർത്ത് പണിത് ഒരു ശരീരമാക്കി മാറ്റി. അല്ല അതിന്റെ അർത്ഥം? അപ്പോ നമ്മളെല്ലാം ക്രിസ്തു യേശുവിൽ ഒരു ശരീരമാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്? വേർതിരിവ് ഉണ്ടായിരുന്നു, വലിയൊരു വേർതിരിവ്. ഈ യഹൂദന്മാർ നോക്കുമ്പോൾ ജാതികളെ ഒന്നും അടുപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് ഈ അവരുടെ ന്യായപ്രമാണമായിരുന്നു. അവരുടെ ന്യായപ്രമാണത്തിനകത്ത് കുറെ ആചാരങ്ങളുണ്ടായിരുന്നു. ആ ആചാരങ്ങളാണ് അകറ്റിയത്. ആ ആചാരങ്ങൾ ഇല്ലാതെ നീതി നടപ്പാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നടപ്പായി. ക്രിസ്തുവിൽ മാത്രമേ നടപ്പാകുമായിരുന്നുള്ളൂ. അപ്പൊ യേശുക്രിസ്തുവിൽ എന്ത് സംഭവിച്ചു? ഈ പ്രമാണങ്ങളുടെ, അതായത് ആചാരപരമായ പ്രമാണങ്ങൾ എടുത്തു മാറ്റപ്പെട്ടു. ആചാരപരമായ പ്രമാണങ്ങൾ എടുത്തു മാറ്റപ്പെടുകയും ഓക്കെ, ക്രിസ്തു അവിടെ
ഒരു തലയായ ഒരു ശരീരമായിട്ട് നമ്മളെല്ലാവരും പണിയപ്പെടുകയും ചെയ്തു. 7-ാം വാക്യം പറയാണ്, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. അപ്പോൾ അവന്റെ ശക്തിയാണ് ക്രിസ്തുവിൽ ഇതിനെ സംയോജിപ്പിച്ചത്. അപ്പൊ ഈ പൗലോസിന്റെ സുവിശേഷം ശരിക്കും എന്താണ്? പൗലോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് സകല ജാതികളും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ളതാണ്. ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അത്ര പ്രസക്തനായിരിക്കുന്നത് നമുക്ക് ഈ ജാതികളെ സംബന്ധിച്ച്. ജാതികളോട് എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതെന്ന് കർത്താവ് പൗലോസിനാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പൊ സകല ജാതികളിലേക്കും എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ചെല്ലുന്നത്, എങ്ങനെയാണ് ന്യായപ്രമാണം എന്ന ശത്രുത്വം എടുത്തു മാറ്റപ്പെട്ടതെന്നും, അതുകൊണ്ടാണ് പൗലോസിനോട് ഭയങ്കര വിരോധം ആളുകൾക്ക്. ഇന്നും മുസ്ലിങ്ങൾക്ക് പൗലോസിനെയാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം അവര് പഴയ നിയമ പ്രമാണത്തിന്റെ ഒരു വികലമായ ഒരു അനുകരണമാണ്. പഴയ നിയമ പ്രമാണത്തിന്റെ വികലമായ ഒരു അനുകരണം, അതായത് അവരുടേതായ രീതിയിൽ അവർ സങ്കല്പിച്ച് അല്ല ഒരാളുടെ സങ്കല്പത്തിൽ പഴയ നിയമത്തെ അവർ വ്യാഖ്യാനിച്ച് അവരുടെ. പക്ഷെ അപ്പോൾ പുതിയ നിയമത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ പഴയ നിയമത്തിന് പല ഇമിറ്റേഷൻസ് ഉണ്ടെങ്കിലും പുതിയ നിയമത്തിന്റെ ഒരു ഇമിറ്റേഷൻ അസാധ്യമാണ്. കാരണം പഴയ നിയമത്തിൽ ഹ്യൂമൻ എഫേർട്സ് ആണ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമൻ എഫേർട്സ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു കോപ്പി ക്യാറ്റ് ഉണ്ടാക്കാം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് കൗണ്ടർഫീറ്റ് ആയിരിക്കും, പക്ഷെ ഒരു കോപ്പി ക്യാറ്റ്. പക്ഷെ പുതിയ നിയമത്തിന് മനുഷ്യന്റെ ശക്തിയാൽ ഒരു കോപ്പി ക്യാറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിന് ഒരു പകരക്കാരനെ വെക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിന് പകരം വേറൊരാളെ വെക്കാൻ പറ്റില്ല. ആ പ്രമാണത്തിന് പകരം വേറൊരു പ്രമാണം വെക്കാൻ പറ്റില്ല. ഓക്കെ, മോശയ്ക്ക് പകരമെന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒരു മുഹമ്മദ് നബി അവതരിപ്പിക്കാം. ഏതാ അത് ഏത് രീതിയിലായാലും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവതരിപ്പിക്കാന്ന് വെച്ചോ, ഒരു മനുഷ്യനായതുകൊണ്ട്. പക്ഷെ ക്രിസ്തുവിനെ സംബന്ധിക്കുന്നിടത്തോളം പകരം ഒരാളെ വെക്കാൻ പറ്റില്ല. ആ പ്രമാണം രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ സ്ഥാപിതമായ ഒരു പ്രമാണത്തിന് അപ്പുറത്ത് വേറൊരു പകരം. അപ്പം മറ്റു മതങ്ങളെല്ലാം കോപ്പി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അനുകരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വ്യവസ്ഥകളെയാണ്. അല്ല, പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ ഒരു മതത്തിന് അനുകരിക്കാൻ കഴിയില്ല. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകൾ അനുകരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം അത് ആത്മാവിനാൽ നടപ്പാകുന്ന, ഈ ആത്മാവിനാൽ നടപ്പാകുന്ന ആ ഒരു വ്യവസ്ഥയെ അനുകരിക്കാൻ കഴിയില്ല. കാരണം ആത്മാവില്ലാതെ നടപ്പാവില്ല. ആത്മാവ് ആർക്കേ ലഭിക്കുകയുള്ളൂ? ക്രിസ്തുവിന്റെ മരണത്താൽ ആ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിനെ ലഭിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു യുണീക്നെസ് ആണ്, അതൊരു യുണീക്ക് പ്രസന്റേഷൻ ആണ്. ആ ഒരു പ്രസന്റേഷൻ പൗലോസിന് കൃപയാൽ ലഭിച്ചു എന്നാണ്. അതിന്റെ ശക്തിയും കൂടെ ഉണ്ട്. അതായത് ഇത് പറയുമ്പോൾ ആളുകൾ വിടുവിക്കപ്പെടുന്നുണ്ട്. ഈ സുവിശേഷം പറയുമ്പോൾ ആളുകൾ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവർക്കിത് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് പല ബന്ധനങ്ങൾ എരിയുന്നുണ്ട്, രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്, അവരുടെ ജീവിതം മാറുന്നുണ്ട്. ആ ദൈവത്തിന്റെ ശക്തി, ആളുകൾ രൂപാന്തരപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി ഇതിലൂടെ വെളിപ്പെട്ട് വരുന്നുണ്ട്. മരിച്ചവർ ഉയർക്കുന്നുണ്ട്. വലിയ അത്ഭുതങ്ങളുടെ അടയാളങ്ങളോടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇന്നും വചനത്തിന്റെ കൃത്യമായ പ്രസംഗം അല്ലെങ്കിൽ ഉപയോഗം തീർച്ചയായിട്ടും ആളുകളെ മാറ്റും, വചനം രൂപാന്തരം അയക്കും. ഇതെല്ലാം പൗലോസ് കാണുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ മാനസാന്തരപ്പെടുത്താനുള്ള ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് പൗലോസ് മനസ്സിലാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ഞാൻ ഈ ഒരു സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാരനായി തീർന്നു. ഓക്കെ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പൊ പൗലോസ് എന്താണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉള്ളത്, പൗലോസ് മാത്രമല്ല ഇത് പറയുന്നതെന്നുള്ളതാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനം എന്തുകൊണ്ട് പ്രസക്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് ഞാൻ പറയുന്നത് തന്നെയാണ് പൗലോസും പറയുന്നത് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് ഓൺലി വൺ ഗോസ്പൽ. ഈ പത്രോസ് തരുന്ന ഒരു കൺഫർമേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പൗലോസ് പറയുന്ന അതേ വാക്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത് എന്നാണ്. അതായത് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അത് എന്തുകൊണ്ടൊരു കൺഫർമേഷനാണ്. പല ആൾക്കാരും പറയുന്ന പൗലോസ് പറഞ്ഞ ജാതികൾക്കും ബാക്കിയുള്ള അപ്പോസ്തലന്മാർ പറയുന്ന യഹൂദന്മാർക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെയല്ല. എല്ലാ വചനവും എല്ലാവർക്കും ഉള്ളതാണ്. യഹൂദന്മാർക്കുള്ള വചനം, ജാതികൾക്കുള്ള വചനം, അങ്ങനെ വേർതിരിവ് നമ്മുടെ കയ്യിരിക്കുന്ന വേദപുസ്തകത്തിനില്ല. ഇതെല്ലാ വചനങ്ങളും എല്ലാവരും മനസ്സിലാക്കാനുള്ളതും എല്ലാവർക്കും ജീവദായകവുമാണ്. 2 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ
പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന എങ്ങനെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന തന്നെയാണ് പൗലോസും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും യഹൂദന്മാർക്കും ഈ ന്യായപ്രമാണത്തെ അനുഗമിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും പൗലോസിന്റെ സുവിശേഷം പറയുമ്പോൾ ന്യായപ്രമാണം പറയുന്ന നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവരപ്പോഴും വിചാരിക്കുന്നു, അവരുടനെ അത് ചിന്തിക്കുന്ന കണ്ടു, ഇത് പ്രവൃത്തി വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു ക്രൈസിസ് ആണ് ആളുകൾ പറയുന്നത്, ഈ പകരക്കാരൻ എന്നുള്ള ഉപദേശം എന്താണ്. അപ്പൊ ആളുകൾ വിചാരിച്ചത് ഈ കൃപക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യണ്ട, ചുമ്മാ കിടന്ന് ഉറങ്ങിയാൽ മതി, കർത്താവ് പണ്ട് ചെയ്തു തീർത്തതിന്റെ കണക്കിൽ ഞാൻ രക്ഷപ്പെടും. അങ്ങനെയല്ല ഈ പകരക്കാരന്റെ കാര്യം. ഇത് എന്താണെന്ന് വെച്ചാൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ സുവിശേഷം ഇന്നും വലിയൊരു പങ്ക് ആളുകൾക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, എന്തിനാണ് നമുക്കൊരു പകരക്കാരൻ? എന്താണ് ഈ സുവിശേഷത്തിന്റെ പ്രസക്തി? ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ഞാൻ പറയുന്നത് സ്വാഭാവികമായ എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് എന്താ എനിക്ക് പ്രയോജനം? ഉദാഹരണത്തിന്, എൻ്റെ മുമ്പിൽ ഒരു 500 കിലോ ഒരു കല്ലുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയണം, ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പിന്മാറി, ക്രിസ്തു പണ്ട് അനുസരിച്ചിട്ടുണ്ട്, അത് മതി എന്ന് പറയുന്നതല്ല ഇത് ഇന്ന് ഞാൻ അനുസരിക്കണം. ഞാൻ അനുസരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷെ അനുസരിച്ചേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം എൻ്റെ മേൽ വന്നിരിക്കുകയാണ്. അപ്പൊ 500 കിലോ ഞാൻ എങ്ങനെ എടുക്കും? എനിക്ക് എടുക്കാൻ കഴിയില്ല. എൻ്റെ കർത്താവിന്റെ നിലവിളിക്ക്, എൻ്റെ കർത്താവെ, ഞാനല്ല, നീയാണ് എന്നിൽ ജീവിക്കുന്നത്, നിന്റെ ജീവനാൽ, നിന്റെ ശക്തിയാൽ അവൻ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോൾ അത് പണ്ട് ചെയ്ത കാര്യമല്ല, ഇന്ന് ആ അനുസരണത്തിലേക്ക് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പണ്ട് ചെയ്ത കാര്യമാണെന്ന് പറയുന്നതുകൊണ്ടാണ് അത് കൃപക്കാരെ പോലെയാണ് ചിന്തിക്കുന്നത്. ഇന്ന് അനുസരണം നമ്മൾ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് എങ്ങനെയാണ്? ഇതാണ് ഗലാത്യർ 2:20 ആണ് അതിന്റെ ചുരുക്കം. ഈ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പൊ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ലൈഫാണ്. ക്രിസ്തുവിനെ ഗ്രാബ് ചെയ്യുന്ന ഫെയ്ത്ത് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫെയ്ത്ത് ലൈഫിലൂടെ നമ്മൾ അനുസരണമുള്ളവരായി മാറുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഡോണ്ട് നീഡ് ടു ഒബേ. ഹൗ ഫെയ്ത്ത് ബിക്കംസ് ഒബീഡിയൻസ്. എങ്ങനെയാണ് വിശ്വാസം അനുസരണമായി മാറുന്നത്? അത് ആ നിർബന്ധം കാരണമാണ് യേശു എന്ന പകരക്കാരനെ അന്വേഷിക്കുന്നത്. ആ നിർബന്ധം ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ബൈപ്പാസ് ചെയ്ത് പോയാൽ മതിയായിരുന്നു, കൃപക്കാർ പറഞ്ഞ പോലെ. ബട്ട് ദാറ്റ്സ് കമാൻഡ്മെന്റ്സ് ആർ എ ബർഡൻ ഓൺ മീ. അത് എൻ്റെ ഫ്ലഷിന് സാധിക്കാത്ത ഒരു ബേർഡൻ ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്നത്. കർത്താവെ, ഞാനല്ല, നീയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ആ ഫെയ്ത്തിലൂടെ ഞാൻ ക്രിസ്തുവിനെ നേടാൻ ശ്രമിക്കുന്നത് ആ നീതിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള ദാഹം എനിക്കുള്ളതുകൊണ്ടാണ്. ക്രിസ്തുവിനെ പോലെ അല്ലാത്ത ഒരു നീതിയും എനിക്ക് തൃപ്തി തരാത്തത് കൊണ്ടാണ്. സോ അത് ഒരു ഹയർ ഫോം ഓഫ് ലിവിങ്ങിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ അത് ഈ സുവിശേഷം എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. വി ഹാവ് എ മൈൻഡ് ദാറ്റ്സ് ഫിക്സ്ഡ് അപ്പോൺ എ ഫാരിസൈസം, എ ഫോം ഓഫ് ഫാരിസൈസം. ആ ഫാരിസായി സ്വഭാവം നമുക്കുള്ളുണ്ട്. ആ നമ്മുടെ പ്രവൃത്തികൾക്ക് അപ്പുറത്തേക്ക് ഒരു നീതി ഉണ്ടെന്നോ, നമുക്ക് പറ്റാത്തൊരു നീതി കർത്താവ് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അവനാൽ മാത്രം സാധിക്കുന്ന, അവൻ നമ്മളിൽ വസിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു നീതി നമുക്ക് വെച്ചിട്ടുണ്ടെന്നോ പോലും നമുക്ക് ഗ്രഹിക്കാൻ ഇന്ന് കഴിയുന്നില്ല. അപ്പൊ അത് ഗ്രഹിക്കാൻ കഴിയുന്നവർ വളരെ കുറവ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് ഏഷ്യയിലുള്ള മിക്കവാറും എല്ലാ വിശ്വാസികളും പൗലോസിനെ വിട്ടുപോയിരുന്നു. സിമ്പിൾ കാര്യമുള്ളൂ, പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയില്ല. വളരെ ലളിതമായൊരു കാര്യമേ ഉള്ളൂ, പക്ഷെ അതിൽ ഗ്രഹിക്കണമെങ്കിൽ ആത്മാവ് അത് പ്രകാശിപ്പിക്കണം. അത് പ്രകാശിപ്പിക്കാത്തടത്തോളം കാലം ഇത് പിടികിട്ടില്ല. ഓക്കെ, അതിന് ആരെയും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, കാരണം ദൈവത്തിന്റെ ആത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പൗലോസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞതും സംഗതി ഒന്ന്, there is only one gospel to all. അതുകൊണ്ടാണ് യഹൂദനുമില്ല യവനനുമില്ല എന്ന് പറഞ്ഞു. പൗലോസിന്റെ മിനിസ്റ്റർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന ജാതികളെയും കൂടെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ലിങ്ക് ചെയ്ത് ഒരു ശരീരമാക്കി മാറ്റി. അതാണ് പൗലോസിന്റെ ശുശ്രൂഷയുടെ പ്രധാനം. ജാതികളോട് പറയുന്ന അതേ സുവിശേഷം തന്നെയാണ് യഹൂദനും, എങ്കിലല്ലേ ഒരു കുടക്കയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. രണ്ട് സുവിശേഷം പറഞ്ഞാൽ പിന്നെ എങ്ങനെ അവരൊരു ശരീരമാക്കുന്നത്? ഒരു ശരീരം തന്നെ ആക്കി മാറ്റണമെങ്കിൽ ഒരേ സുവിശേഷം തന്നെ, ഒരേ ബ്രെയിനിൽ നിന്ന് തന്നെ, ഒരേ കർത്താവിൽ തന്നെ അവരെല്ലാം ഒന്ന് തന്നെ പ്രാപിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ അത് ഒരു ശരീരമായിട്ട് മാറുള്ളൂ. അപ്പൊ ഒരു ശരീരമായിട്ട് മാറണമെങ്കിൽ യഹൂദനോടുള്ള സുവിശേഷവും ജാതികളോടുള്ള സുവിശേഷവും ഒന്നായിരിക്കണ്ടേ, എങ്കിലല്ലേ ഒരു ശരീരമായി മാറാൻ പറ്റുള്ളൂ. ഇപ്പൊ പൗലോസ് സംസാരിച്ച വ്യത്യസ്തമായ ഒരു കാര്യമല്ല. പൗലോസ് സംസാരിച്ചതും യഹൂദന്മാരോട് സംസാരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവർ തമ്മിലുള്ള വേർപാടിന്റെ നടുച്ചുവരുകളെ ക്രിസ്തു എന്ന വാഗ്ദത്തത്താൽ എടുത്തു മാറ്റി.
അത് യഹൂദൻ വിശ്വസിച്ചാലും ജാതി വിശ്വസിച്ചാലും വിശ്വാസികൾക്കെല്ലാം ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ. ഈ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് പറയുന്ന ഒരു ഉപദേശം ഈ അടുത്ത കാലത്ത് സ്പ്രെഡ് ആയിട്ടുണ്ട്. എന്ന് പറയുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രമേ നമുക്കുള്ളതുള്ളൂ, ബാക്കിയെല്ലാം യഹൂദന്മാർക്കുള്ളതാണ്. ഈ ബൈബിളിനെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുകയും ചില വാക്യങ്ങൾ ചിലർക്കുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നത്, നിങ്ങളത് ആര് പറഞ്ഞാലും അത് തെറ്റാണ്. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും, ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാടിന്റെ 22 മുതലെയുള്ള എല്ലാ വാക്യങ്ങളും സകല വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഉടമ്പടിയിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമ ഉടമ്പടിയുടെ റിക്വയർമെന്റ്സ് പുതിയ നിയമ ഉടമ്പടിയിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ നീതി അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. ദൈവത്തിന്റെ നീതിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്ന തലം വ്യത്യാസമാണ്. കാരണം പഴയ നിയമത്തിൽ അത് ഭാഗമായിരുന്നു, വിവിധങ്ങളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നപ്പോൾ അത് പൂർണ്ണമായും വെളിപ്പെടുത്തി പൂർണ്ണമായ ഒരു കാഴ്ച ഇന്ന് നമുക്ക് ഉണ്ടെന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ നീതിക്ക് യാതൊരു ഡിഫറൻസും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അപ്പൊ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ നീതി നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി കഠിന ഹൃദയമുള്ള ഒരു ജനത്തിന് നൽകിയതായിരുന്നു മോശയുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. കഠിന ഹൃദയമുള്ള ജനത്തിന് അത് നൽകിയെങ്കിൽ മാത്രമേ കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രമേയ ധനത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് പൗലോസിനെ കർത്താവ് ഏൽപ്പിച്ചിരുന്നത്. നമുക്ക് ഇത് വളരെ പ്രധാനമാണ് നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം സുവിശേഷം എന്താണ്, പൗലോസ് എന്താ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത് ഈ വാക്യങ്ങളിലൂടെയാണ്. അപ്പൊ സകലവും സൃഷ്ടിച്ച ഈ അപ്രമേയ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ പറ്റാത്ത ധനം, ക്രിസ്തുവിലുള്ള അളക്കാൻ പറ്റാത്ത ധനമാണ് എന്താ പറയുന്നത് ഈ പ്രസംഗത്തിന്റെ ആധാരം. അപ്പൊ ജാതികൾക്കും അത് ലഭിക്കുന്നു, ഈ വാഗ്ദത്തത്താൽ ഇത് ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പൊ ഈ ജ്ഞാനം അറിഞ്ഞു വരാൻ ആകെയുള്ള വഴി എന്ന് പറയുന്ന സഭയാണ്. സഭയിലൂടെയാണ് ഈ ജ്ഞാനം പങ്കുവയ്ക്കപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്നോടും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ശുശ്രൂഷകളാണ്. എൻ്റെ ജീവിതത്തിലും അനേകം പരാജയങ്ങളുണ്ട്. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല, പറയുന്നത് തന്നെ മോശമാണ്. കാരണം അല്ലെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല, നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുമല്ലോ. കാരണം ഇത് തികച്ചും നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ ഈ ശുശ്രൂഷകരെല്ലാം അങ്ങനെ കാണാം. ഞാനും കറക്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്, എൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകും, നിങ്ങൾ തിരുത്തേണ്ടതാണ്. അപ്പൊ സഭയിൽ നിന്നാണ് ക്രിസ്തുവിന്റെ മർമ്മം എന്താണെന്ന് വെളിവായി വരേണ്ടത്. അപ്പോൾ സഭ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുപാടും ഒരു സഭ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ദൈവം തീർച്ചയായിട്ടും വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളെ ആക്കാൻ കർത്താവ് തീർച്ചയായിട്ടും ഒരു വഴി തുറക്കും. അത് തുറന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ അവിടുത്തെ മിഷണറി, നിങ്ങളായിരിക്കും ആ സഭയുടെ ആണിക്കല്ല്, ആദ്യത്തെ കല്ല് ആയിരിക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ കല്ല്. പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? കാരണം പല സഭകളും സാധാരണ മനുഷ്യരാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികളാണ് നമ്മൾ. അപ്പൊ സഭ ഇല്ലാതെ കഴിയില്ല. എല്ലാവർക്കും ഒരു ലോക്കൽ സഭ ഉണ്ടാകണം. ആ സഭ എന്ന് പറയുന്നത് ലോക്കലായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ ഇന്നത്തെ ഈ കോവിഡ് സാഹചര്യത്തിൽ ലോക്കൽ എന്നുള്ള പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ലോക്കൽ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മോട് ഇടപെടാനും നമ്മളോട് സംസാരിക്കാനും നമ്മുടെ ആത്മീക കാര്യങ്ങൾ പങ്കുവെക്കാനും സംശയങ്ങൾ ചോദിക്കാനും നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഒരാശ്വാസം പ്രാപിക്കാനും അങ്ങനെ കർത്താവിന്റെ വചനം പഠിക്കാനും അങ്ങോട്ട് ശുശ്രൂഷിക്കാനും തിരിച്ച് ശുശ്രൂഷ വാങ്ങിക്കാനും. ഈ ശുശ്രൂഷ വാങ്ങിക്കുക എന്നുള്ളതും വലിയൊരു ഭാഗമാണ് സഭാ വളർച്ചയിൽ. നമുക്ക് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ വാങ്ങിക്കാൻ നമ്മുടെ അഭിമാനം നമ്മളെ സമ്മതിക്കില്ല. പല ആൾക്കാർക്കും ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റില്ല, അഭിമാനക്കുറവ് തോന്നും. ഞാനും വാങ്ങിക്കുന്ന ഒരാളായി പോയല്ലോ, കൊടുക്കുന്ന ആളാക്കി മാറ്റുമെന്നായിരുന്നല്ലോ വാഗ്ദത്വം. പക്ഷെ ആ ഗമയൊന്ന് പൊളിക്കാൻ ദൈവം ചിലപ്പം തീരുമാനിച്ചാൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു 500 രൂപ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പല പ്രാവശ്യം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 500 രൂപയുടെ ഒരു കഥയുണ്ട്. 500 രൂപയുടെ കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ആന്ധ്രാപ്രദേശിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഞാൻ എല്ലാ ദിവസവും ബാങ്കിൽ വരുന്ന ATM കാർഡൊന്നും ഇല്ല, ഇട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. ഒരു അക്കൗണ്ട് കഷ്ടിച്ചെടുത്തിട്ടുള്ളൂ, അതിന് ATM കാർഡൊന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ബാങ്കിൽ വന്ന് അന്വേഷിക്കും എന്തെങ്കിലും പൈസ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസം ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന ഒരു ക്ലർക്ക് എന്നെ വിളിച്ചിട്ട് ഇംഗ്ലീഷ് എന്നോട് ചോദിച്ചു,
എന്തെങ്കിലും പണം വരാനുണ്ടോ? ഞാൻ പറഞ്ഞു വരും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലല്ലോ. അല്ല. പണം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഇല്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു 500 രൂപ തന്നാൽ വാങ്ങിക്കും. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട്, ഇന്നത്തെ 500 രൂപയല്ല. ഞാൻ പറഞ്ഞു, അന്ന് 25 കിലോ അരിക്കേണ്ട 300 രൂപ ഉള്ളൂ എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പുള്ളി പറഞ്ഞു, ഇല്ല നിങ്ങളിത് വാങ്ങിച്ചു, ഇത് 500 രൂപ, നിങ്ങൾക്ക് ഇത് വരും, ബാങ്കിൽ വരുമല്ലോ, വരുമ്പോൾ ഈ 500 രൂപ എനിക്ക് തിരിച്ചു തന്നാൽ മതി. തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ വന്ന് കഷ്ടപ്പെടരുത് ഈ ദേശത്ത് വന്ന് എന്ന് പറഞ്ഞാൽ ആ പുള്ളി 500 എടുത്തു തന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ ദൈവം എന്നെ പഠിപ്പിക്കുക. ഒരിടത്ത് പറഞ്ഞ ഭിക്ഷ എന്ന് പറയാം, പക്ഷെ ഞാൻ ചോദിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാൾ, വിശ്വാസി അല്ലാത്ത ഒരാൾ കരുണ തോന്നി തരുന്ന പണം, അത് ഇതിലൂടെയൊക്കെ കടന്ന് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം, എന്താ പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിരിക്കും ആത്മാഭിമാനം എന്ന് പറയുന്നത്. ഇത് പൊളിക്കാന്നുള്ളതും ചിലപ്പോൾ നമ്മുടെ വിശദീകരണത്തിന് അത്യാവശ്യമായിരിക്കും. അത് പൊളിക്കാൻ ദൈവത്തിന് അവകാശമുണ്ട്. പലപ്പോഴും പൊളിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇന്നിങ്ങനെ അപമാനിക്കപ്പെട്ടവനായിട്ട് കിടക്കുവാണല്ലോ, എന്നെ ഇങ്ങോട്ട് ഞാനൊരു സഹായം സ്വീകരിക്കുന്ന ആളാണല്ലോ. നമ്മൾ എപ്പോഴും ഒരാൾക്ക് സഹായം കൊടുക്കുമ്പം ഇങ്ങനെയും കൂടെ ആലോചിക്കണം, ആ സഹായം എന്നിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും വൈമനസ്യം ഉണ്ടാകുമോ, എന്തെങ്കിലും അഭിമാനക്കുറവ് ഉണ്ടാകുമോ, ഞാൻ അവനോടൊരു അപമാനം കലർത്തുവോ ഇത് കൊടുക്കുമ്പം, നീയൊക്കെ വാങ്ങിച്ച് നന്നാവുമോ, ശരിക്ക് ചെലവാക്കുവോ എന്നെങ്ങനെയൊക്കെയുള്ള ഒരു പിടുത്തം ഉണ്ടല്ലോ. നമുക്കത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല നമുക്കാണെങ്കിൽ. ഓക്കെ, ഞാനിത് പറഞ്ഞു വന്നത് ഈ എന്താ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സഭയിലൂടെ വരുന്ന ധനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് മനസ്സിലാകേണ്ട പാഠങ്ങൾ എന്ന് പറയും. നമ്മൾ വിചാരിക്കുന്ന ഇന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് മനസ്സിലായാൽ മതി, പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില പാഠങ്ങളായിരിക്കും. ഒരിക്കലും ഇങ്ങനൊരു പാഠമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായിരിക്കും. അങ്ങനെ ഒരു പാഠത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള അനേകം പാഠങ്ങളായിരിക്കും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. താണു കൊടുക്കാനും, വിട്ടുകൊടുക്കാനും, മരിക്കാനും, ക്ഷമിക്കാനും, സ്നേഹിക്കാനും, ഇതൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതിനകത്ത് ഇനി ലജ്ജയുള്ള ആളാണെങ്കിൽ ലജ്ജ കളയാനും ദൈവം നമ്മളെ, കാരണം ഈ ജഡം തകരണമെങ്കിൽ അതൊക്കെ തകരണം. നമ്മുടെ ആ ഒരു വലിയൊരു ഗമ, ഞങ്ങൾ ഭയങ്കര ആളുകളാണെന്നുള്ള ഒരു ഗമ തകർക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഓക്കെ, ദൈവത്തിന് എന്തിനും അധികാരമുണ്ട്. നിങ്ങളെ മാനമായി നടത്തുമെന്ന് പറഞ്ഞില്ലേ? ചില സമയത്ത് കർത്താവ് പറയാം, എൻ്റെ നിന്ദയുടെ ഒരു ക്ഷേമം കൂടെ നീ എടുത്തോ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനും തയ്യാറാകും. ഓക്കെ, പക്ഷെ ഇത് ഞാൻ പറയുമ്പോഴും ഞാൻ അത്രയൊന്നും സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് ഒരാൾ ഇങ്ങനെ, എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരാളിങ്ങനെ വളരെ വ്യാജമായ ഒരു കാര്യം ഫേസ്ബുക്കിലിട്ടു. എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞ് സൂചനകൾ വെച്ച് എന്നെ ഉദ്ദേശിക്കുന്നത് എന്തോ തെറ്റിദ്ധരിച്ചാ പുള്ളി. ഞാൻ ആരോടോ പൈസ ബലമായിട്ട് ചോദിച്ച് മേടിച്ചു എന്നുള്ള രീതിയിലിട്ടു. അത് ഞാനായിരുന്നില്ല. കാരണം നിവൃത്തി ഉണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നാണക്കേട് കാരണമല്ല, ഇന്ന് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്ലറ് കാരണമാണ്. അതായത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അത് കച്ചവടമാക്കി നശിപ്പിക്കുന്നതുകൊണ്ട്, പിന്നെ എനിക്ക് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ടുമാണ്, ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര പെയിനായിപ്പോയി ഇത് കേട്ടപ്പോൾ. കാരണം ഇപ്പൊ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ നിന്റെ അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? എൻ്റെ അഭിമാനം ഞാൻ നോക്കിക്കോളാം. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് ഇത് വേറെ ആരെക്കുറിച്ചുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ആരെക്കുറിച്ച് വേണ്ടി എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അപ്പം ഇതിലൂടെ കടന്നു പോകുമ്പോഴും എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ എന്തിനാണ് നിന്റെ അഭിമാനത്തെക്കുറിച്ച് ബോധറാകുന്നത്? എൻ്റെ അഭിമാനമാണ് നിന്റെ പ്രശ്നമെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. സന്തോഷം. ഇപ്പൊ ചില സമയത്ത് നമ്മൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. ഞാനിത് അങ്ങനെ പങ്കുവെച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ഓക്കെ, അത് പങ്കുവെക്കാത്തതും ആ ഒരു ഷെയിം കാരണമാണ്. ഓക്കെ,
അപ്പൊ ഈ ഷെയിം വേണ്ട വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഈ അപമാനം സഹിക്കുക എന്ന് പറയുന്ന എല്ലാ മനുഷ്യനെ സംബന്ധിച്ചും വേദനാജനകം തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേദനാജനകമാണ്. പക്ഷെ കർത്താവ് അതിലെ കടത്തിവിടാൻ അവന്റെ നിന്ദയുടെ ഷെയിം നമ്മൾ അനാവശ്യമായി ചുമക്കാൻ, അല്ലെ? ഇപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണ്, നമ്മൾ പൈസ തട്ടിച്ചു മാറ്റാൻ വേണ്ടിയാണ്, പൈസ തട്ടിച്ചു മാറ്റുന്ന ആൾക്കാരാണ് എന്ന് കേട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ന്യായമായിട്ടും ഭയങ്കര ഭാരം തോന്നും. ആ ഭാരം ഒരു ലജ്ജയാണ്. പിന്നെ അതിന്റെ കാര്യമുണ്ട്, കർത്താവ് നോക്കിക്കോളും. കാരണം കർത്താവിന്റെ അഭിമാനം കർത്താവ് നോക്കിക്കോളൂ. അത്രയൊക്കെ അഭിമാനം കർത്താവിന് ലോകം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഭയിൽ നിന്ന് എപ്പോഴും നമുക്ക് നന്മ ലഭിക്കണമെന്നില്ല, തിന്മയുമാകാം. പക്ഷെ ക്രിസ്തുവിന്റെ മഹിമാധനം നമുക്ക് ലഭിക്കാൻ ഈ സഭ എപ്പോഴും നമ്മളെ സഹായിക്കും. ക്രിസ്തുവിന്റെ മഹിമാധനം അത് ചിലപ്പം റിവേഴ്സ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും ആയിരിക്കില്ല ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിന് വലിയൊരു മഹിമാധനം ഉണ്ടെന്നും, പക്ഷെ പൗലോസ് ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ, ഈ വാക്യത്തിന്റെ വ്യാഖ്യാനമല്ല ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഈ വാക്യം അനുസരിച്ച് നമ്മൾ ക്രിസ്തുവിന്റെ ധനം എന്താണെന്നുള്ളതിന്റെ ആർട്ടിക്കുലേഷൻ, അതായത് എന്താണ് ക്രിസ്തുവിന്റെ ധനം എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അത് വെളിപ്പെടുത്തി തരുന്നത്, അതായത് നിത്യമായ അവകാശങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, സ്വർഗത്തിലെ ധനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ക്രിസ്തുവിന്റെ സഭയാണ്. ആ സഭയിലൂടെയാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്ത് വലിയ അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ നിന്ദ സഹിക്കാനും നമുക്ക് കഴിയും, നിന്ദയും അപമാനവും സഹിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ പല സമയത്തും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നിന്ദിക്കപ്പെടുന്ന കാലത്തും ഇങ്ങനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുക, കർത്താവ് എന്തെങ്കിലും ആയിപ്പോട്ടെ, ഞാൻ നിന്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നാൽ മാത്രം മതി, ബാക്കി ആൾക്കാർ എന്ത് വിചാരിച്ചാലും അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, പക്ഷെ ദൈവമേ നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആ വലിയ ധനം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തി അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്ന എന്താണ്? 10-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഓക്കെ, 10-ാം വാക്യം ഇംഗ്ലീഷ് വാക്യം എങ്ങനെയാണ്? സോ ദാറ്റ് ത്രൂ ദ ചർച്ച് the manifold wisdom of God might now be made known to the rulers and authorities in the heavenly places. Okay, അപ്പോൾ സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, അതായത് സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ഉദ്ദേശിക്കുന്നത് ആകാശത്തിലെ വാഴ്ചകൾ അധികാരങ്ങളെ കുറിച്ച് ഇതിനു പറയുന്നത്. അപ്പൊ സ്വർഗം എന്നുള്ള പ്രയോഗം ഉള്ളതുകൊണ്ടാണ് അവിടെ ആ രീതിയിൽ ചേർത്ത് വ്യാഖ്യാനിക്കാൻ ഒരു പ്രയാസമാകുന്നത്. അപ്പൊ സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ സ്വർഗം എന്നുള്ളത് ഒരുപക്ഷെ ആകാശം എന്നുള്ളതിന്റെ ഒരു ഇട സ്വർഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാസ്ഥാനത്തെ കുറിച്ച് ആയിരിക്കണോ നിർബന്ധമില്ല. ദാറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പാർട്ട്. കാരണം സ്വർഗം എന്ന് പറഞ്ഞിട്ട് ആകാശം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് നമ്മുടെ രക്ഷ എന്ന് പറയുന്ന ഒരു വലിയൊരു മാർച്ചാണ്. ഈ വലിയൊരു മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർബലരായ കുറെ ആളുകളെ കർത്താവ് എടുത്തിട്ട്, വളരെ ബലഹീനരും പാപികളുമായിരുന്ന കുറെ ആളുകളെ കർത്താവ് എടുത്തിട്ട് അവരെല്ലാം ക്രിസ്തുവിന് അനുരൂപരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, അതൊരു വലിയ തേജസ്കരണത്തിന്റെ ഡിസ്പ്ലേ ആക്കി മാറ്റുന്ന ഒരു വലിയ ജാഥയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ചുറ്റും കുറെ ആൾക്കാരുണ്ട്. അവർ ഒരുപക്ഷെ ദൂതന്മാർ സ്വർഗത്തിൽ നോക്കുന്നുണ്ടാവും, മൂപ്പന്മാർ, സ്വർഗത്തിലെ മൂപ്പന്മാർ. അതുപോലെ ചുറ്റും ഈ സാത്താൻ നോക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ചേസിനെയൊക്കെ എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ എല്ലാം മുൻപിൽ ഈ ഡിസ്പ്ലേ നടക്കുന്നുണ്ട്. എന്താണ് സാൽവേഷൻ എന്നുള്ള ഡിസ്പ്ലേ? ഇത് പ്രപഞ്ചത്തിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഈ സഭയാണ്. സഭയെ കർത്താവ് ഉപയോഗിക്കുന്നതും നിലനിർത്തുന്നതുമായ ദൈവിക കൃപാദാനങ്ങള് ആർക്കൊക്കെയാണ് ഈ ജ്ഞാനത്തെ കാണിച്ചു കൊടുക്കുന്നത്? ഈ സ്വർഗത്തിലെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം ഈ ജ്ഞാനം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു. അത് ഇനി ദൂതന്മാരാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇറ്റ്സ് സിംപിളർ. നമുക്കിത് വ്യാഖ്യാനിക്കാനുള്ള പല തലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്വർഗം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഒരു സെറ്റപ്പ് ആണോ ഈ വാഴ്ച അധികാരം എന്നൊക്കെ പറഞ്ഞാലാണ്? സ്വർഗത്തിൽ അധികാരം ദൈവത്തിനാണല്ലോ ഉള്ളൂ. എനിവേ, ലെറ്റ് സപ്പോസ് ഫോർ എ മോമെന്റ് ഇറ്റ്സ് ഏഞ്ചൽസ്. ഏഞ്ചൽസിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. നമ്മളൊരു ടെക്സ്റ്റ് വ്യാഖ്യാനിക്കുന്നതിനകത്ത് പരിമിതികളാണ് ഞാൻ ഈ പറയുന്നത്.
അപ്പം ഏഞ്ചൽസിനെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പരിശുദ്ധനാണെന്ന് അവർക്കറിയാം. ദൈവത്തിന്റെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് മനുഷ്യർക്ക് ദൈവം നൽകാത്ത അവന്റെ ഗുണങ്ങളെക്കുറിച്ച് ശരിക്കും ദൂതന്മാർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോഴല്ലേ ആ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് വെളിപ്പെടുകയുള്ളൂ. മനുഷ്യരുമായിട്ട് ഇടപെടാതെ നിത്യതയിൽ ദൈവം ഇരിക്കുമ്പം ദൈവത്തിന്റെ ഏത് ഗുണങ്ങളാണ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ വെളിപ്പെടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നിത്യമായ ഗുണങ്ങളാണ്. അവന്റെ പരിശുദ്ധി, അല്ലെ, അതൊക്കെ ദൂതന്മാർ കാണുന്നുണ്ട്. അവന്റെ മഹത്വം ഒക്കെ കാണുന്നുണ്ട്. അവന്റെ സ്നേഹം, വീണ്ടെടുപ്പ്, ഇതൊന്നും കാണുന്നില്ല, പരിമിതം. അപ്പൊ ദൈവം ആരാണെന്ന് ഉള്ള ജ്ഞാനം ഈ ദൂതന്മാർക്ക് ലഭിക്കുന്നത്, ഈ സ്വർഗത്തിലെ അധികാരങ്ങൾക്ക് ലഭിക്കുന്നതും സഭയെ നോക്കിയിട്ടാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവ് മരിക്കുന്നത് കണ്ടിട്ടാണ്, സഭയിൽ അവന്റെ ധനം വിനിമയം ചെയ്യപ്പെടുന്നത് കണ്ടിട്ടാണ് സ്വർഗത്തിലെ ദൂതന്മാർ പോലും മനസ്സിലാക്കുന്നത് ഈ മർമ്മം, പൗലോസിന് വെളിപ്പെട്ട മർമ്മം എന്താണെന്ന് സ്വർഗത്തിലുള്ളവർക്ക് പോലും മനസ്സിലാകുന്നത് ഈ സഭയിൽ ഇത് വെളിപ്പെട്ട് വരുമ്പോഴാണെന്ന്. എത്ര ഭയങ്കരമാണ്! അതായത് ഈവൻ ഏഞ്ചൽസ് ഡു നോട്ട് നോ ദ ഗോസ്പൽ, ഡിഡിൻ നോ. അവർ സഭയെ നോക്കുമ്പം ആ സഭയുടെ ബ്യൂട്ടിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സഭയുടെ ആ മനോഹരത്വം, ക്രിസ്തുവിന്റെ കൃപയാലുള്ള മനോഹരത്വമാണ് അവര് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പൗലോസ് പറയുന്നത്. ഇത് വെളിപ്പെടുത്താനുള്ള ഒരു ശുശ്രൂഷ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ആരാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദൂതന്മാരുൾപ്പെടെ സകലരും നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ? അതാണ് പുതിയ നിയമത്തിലെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗമയാണ് പൗലോസ്. ഗമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അഹങ്കാരമല്ല, ഒരു സന്തോഷം. ഇത് ഇത്രയും നാളും ആർക്കും മനസ്സിലാകാതെ പോയത് എനിക്ക് മനസ്സിലായല്ലോ കർത്താവേ എന്നുള്ളൊരു സന്തോഷം. ഈ ദൂതന്മാർക്ക് പോലും പിടികിട്ടാതിരുന്ന ദൈവിക രഹസ്യങ്ങൾ എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അവനിൽ ആശ്രയിച്ചിട്ട് നമുക്ക് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ഈ ആൾക്കാർ വിചാരിക്കും, ശരിക്കും പൗലോസ് നമ്മുടെ അപ്പോസ്തലൻ തന്നെയാണോ? അപ്പോസ്തലനാണെങ്കിൽ കർത്താവ് എന്താ അവനെ വിടുവിക്കാത്തത്? ജയിലിൽ കിടക്കുകയാണ്, എന്തെല്ലാം കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത്. കർത്താവ് പൗലോസിന്റെ കൂടെ ഇല്ലേ? പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ മാനസാന്തരപ്പെടുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നൊക്കെ അവർ കണ്ടു. പക്ഷേ പൗലോസ് സഹായമില്ലാത്തവനായി ജയിലിൽ കിടക്കുക അത് എഴുതുമ്പോൾ. അപ്പൊ പൗലോസ് പറയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു മഹത്വത്തിന് ഞാൻ കഷ്ടമേൽക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. അത് കണ്ട് നിങ്ങൾ വിഷമിക്കരുത്. എന്ത് ചെയ്യരുത്? അത് നിങ്ങൾക്ക് മഹത്വമായി മാറാനുള്ളതാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അത് നിമിത്തം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ഈ കഷ്ടം നിങ്ങളെ ഭയപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പൗലോസ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ സുവിശേഷം എത്ര പ്രധാനമാണെന്നും എത്ര വലിയ ധനമാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? ഇത് ശരിക്കും ജാതികളായ പുതിയ വിശ്വാസികൾ പെട്ടെന്ന് ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നപ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പം ഞാൻ വിശ്വാസി വന്ന സമയത്ത് ഈ ധനം എത്ര വലുതാണ്. ഇപ്പൊ ജാതീയ വിശ്വാസങ്ങളിൽ നിന്ന് കർത്താവിന്റെ കൃപയിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് ഈ അത്യന്തമായ ദൈവകൃപയാണ്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണെന്ന് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിമിത്തം നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്, ഈ സ്ട്രഗിൾസ് നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പാക്കറ്റ്. അതായത് അപ്പോസ്തലിക ഉപദേശങ്ങളുടെ ആദ്യത്തെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞു. എങ്ങനെ പൊട്ടിച്ചു വെച്ചാൽ റോമാലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഇതൊരു പാക്കറ്റ്. എഫേസ്യ ലേഖനം 3:13 വരെ എന്ന് വേണേൽ പറയാം. 3:13 വരെ, 15 വരെ എന്ന് പറയാം, പക്ഷെ 13 വരെ ആകുമ്പോൾ അതൊരു ഇനി അടുത്തൊരു അത് നിമിത്തം എന്ന് പറഞ്ഞ് അത് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്ന വാക്യമാണ്. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു. ഈ പാക്കറ്റിനകത്ത് എന്തെല്ലാമാണുള്ളതെന്ന് നോക്കി. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. ക്രിസ്തുവിലുള്ള മഹിമാധനം, അല്ലെ? കൃത്യമായിട്ടുള്ള ആ സുവിശേഷം എന്താണ്? സകലരെ ഒന്നിപ്പിക്കുന്ന, ദൂതന്മാരെ പോലും നോക്കിമാറാക്കുന്ന, അവർക്ക് പോലും ദൈവത്തെ അറിയാൻ വയ്യായിരുന്നു.
ഈ കർത്താവ് ഈ മണ്ണിലൂടെ നടന്നപ്പോൾ ദൂതന്മാർ അന്തം വിട്ട് നിൽക്കായിരുന്നു, എന്താ ഈ കർത്താവ് ചെയ്യുന്നത്? അപ്പൊ കർത്താവിനെ അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അവർ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷ, അതിന്റെ മർമ്മം, അത് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജാതികളും യഹൂദന്മാരും എല്ലാം ഒന്നായി പണിയപ്പെടുന്നു. സകലതിനെയും ഒന്നായി ചേർക്കാം കാലാവസാനത്തിങ്കൽ, ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള ദൈവകൃപയുടെ മർമ്മം. ഓക്കെ, അത് പൗലോസിലൂടെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും വെളിപ്പെട്ട് വരുന്നു. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റ് അപ്പോസ്തലന്മാർ ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ യഹൂദന്മാരോട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സുവിശേഷമായതുകൊണ്ടാണ് തലയ്ക്ക് കീഴെ നമ്മളെല്ലാ അവയവങ്ങളായിട്ട് മാറിയത്. ഇപ്പം നമ്മുടെ ഇടയിൽ 2 യഹൂദന്മാരുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മളും അവരും ഒന്ന് തന്നെയാണ്. ഒരേ ശരീരത്തിന്റെ 2 അംശങ്ങൾ, ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പോൾ അവർക്ക് നേരത്തെ ഒരു ന്യായപ്രമാണത്തിന്റെ ഒരു ശത്രുത്വം നമ്മളോടുണ്ടായിരുന്നു. ന്യായപ്രമാണം അവരുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് നമ്മളത് അനുസരിക്കാത്തവരായിരുന്നുകൊണ്ട് നമ്മൾ ശത്രുക്കളായിരുന്നു. ഓക്കെ, എന്നാൽ അത് കർത്താവ് എടുത്തു മാറ്റിയതോടുകൂടി നമ്മൾ ഒന്നായി മാറി. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഖുർആൻ അനുസരിക്കാത്തവരെല്ലാം ശത്രുക്കൾ. എല്ലാ മുസ്ലിങ്ങൾക്കും അല്ല കേട്ടോ, അതിനകത്ത് ഫണ്ടമെന്റലിസ്റ്റ് വിഭാഗമുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമാണ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നവനായിട്ട് നടക്കുന്നത്. ബാക്കി എല്ലാ മതങ്ങളിലും ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോംബ് പൊട്ടിക്കുകയും വെടിവെക്കുകയും ചെയ്യുന്നവനാണ്. ക്രിസ്ത്യാനിയിൽ ഒരുത്തൻ മാത്രം ഫാനറ്റിക് ആണ്, ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെടിവെച്ച് കൊല്ലുക എന്നല്ല. അവൻ ക്രിസ്തുവിന്റെ ഫണ്ടമെന്റൽസ്, ഏറ്റവും പ്രധാന അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവനായിരിക്കും. അവൻ ഒരിക്കലും വെടിവെക്കാൻ പറ്റില്ല, അവൻ കൊള്ളാൻ മാത്രമേ പറ്റുള്ളൂ. ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് ശരിക്കും നേരെ റിവേഴ്സാണ്. കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇൻ ദാറ്റ് സെൻസ് ഐ എം എ ഫണ്ടമെന്റലിസ്റ്റ്. അതായത് വാട്ട് ആർ ക്രിസ്ത്യൻ ഫണ്ടമെന്റൽസ്? എന്താണ് ക്രിസ്തീയ അടിസ്ഥാനങ്ങൾ? ആ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വന്നാൽ യു വിൽ നോട്ട് എസ്റ്റാബ്ലിഷ് എ റിലീജിയൻ, ഇൻസ്റ്റഡ് യു വിൽ ലീവ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പൊ 14-ാം വാക്യത്തില് ഈ ടീച്ചിങ്സിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കാണാം. അപ്പൊ ഫുള്ളി കൺക്ലൂഡ് ചെയ്തു. ഇതോടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കുകയല്ല, 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പൊ എന്ത് പേര് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മാത്രം വായിച്ച ഈ പേരെന്താന്ന് ഒരു പിടിയും കിടക്കുന്നു. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ, ഓക്കെ, എന്ത് പേരാ വന്നേക്കുന്നത്? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഫോർ ദിസ് റീസൺ ഐ ബൗ മൈ നീസ് ബിഫോർ ദ ഫാദർ ഫ്രം ഹും എവറി ഫാമിലി ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് ഈസ് നെയ്മഡ് എന്ന് പറഞ്ഞാൽ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി. എന്ത് പേര് വരാൻ കാരണമായ? നമുക്കെല്ലാം കുടുംബ പേരുണ്ടല്ലേ? മലയാളികൾക്ക് കുടുംബ പേരുണ്ട്. ബാക്കിയുള്ളവരെ എനിക്കറിയാൻ പറ്റില്ല. അമേരിക്കയിലൊക്കെ ആൾക്കാർക്ക് കുടുംബ പേരുണ്ടോ? ഉണ്ടല്ലേ, അവരുടെ സർനെയിം വെച്ചല്ലേ. ഓക്കെ, എനിവേ, ഈ സ്വർഗത്തിലെ ഒരു കുടുംബ പേര് വന്നാൽ എന്തായിരിക്കും നമ്മുടെ കുടുംബം? അത് നേരത്തെ യഹൂദന്മാർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ സകലർക്കും ഉണ്ട്. വിശ്വസിക്കുന്ന സകലർക്കും പേര് വരുവാൻ കാരണമായി. എന്ത് പേര് വരാൻ കാരണമായി? ഒരു കുടുംബ പേര് കിട്ടി. കുടുംബത്തിനൊരു പേര് കിട്ടി. എന്ത് പേരാ കിട്ടിയത്? ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പേര് കിട്ടി. അതിന് കാരണം എന്താണ്? ഈ ക്രിസ്തു നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് ഈ പേര് വരാൻ കാരണമായത്. അപ്പൊ നമുക്കെല്ലാം ഒരു പേരുണ്ട്. ഇപ്പം ഇന്ന കുടുംബത്തിൽ എന്നുള്ള പേരാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആദമിന്റെയാണ്. അത് ഉയരത്തിൽ നിന്ന് വന്നതല്ല. നിങ്ങൾ എത്ര പേര് പറഞ്ഞു ഞങ്ങൾ ഇന്ന കുടുംബത്തിലാണ് പറയുന്നത്? പ്രത്യേകിച്ചും എൻ്റെ ഫാദറിന്റെ നാട് മല്ലപ്പള്ളി. നമുക്ക് ഈ കോട്ടയം ഏരിയ അതിന് താഴോട്ട് എവിടെ ചെന്നാലും ആദ്യം ചോദിക്കും നിങ്ങൾ വീട്ടുപേര്, ഏത് വീട്ടിലെയാ, ഏത് കുടുംബത്തിലെയാ, അവർക്കത് അറിയണം. കാരണം ദേ വിൽ ഡു ആൻ ഇവാലുവേഷൻ. പേര് കേട്ട കുടുംബമാണോ? എന്തുമാത്രം സ്ട്രോങ് ആദം ഉള്ളിലുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. പേര് കേട്ട കുടുംബമാണ്. അപ്പൊ നമ്മൾ പറയും ഇന്ന കുടുംബത്തിലെയാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ മനസ്സിലാകുന്നതിന്റെ കൂടെ ഒരു ധ്വനി കൂടെ ഉണ്ട്, പിടിച്ചോടാ എന്നൊരു ഒരു മെന്റാലിറ്റിയുടെ അതിൻ്റെ കൂടെ ഉണ്ട്. അത് ഈ താഴോട്ട് വരുന്തോറും ഒത്തിരി താഴോട്ട് പോകുമ്പോൾ ഇല്ല, ആ ഒരു സെൻട്രൽ ട്രാവൻകൂറിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കുടുംബം അന്വേഷിക്കുക എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, ഈ സ്വർഗത്തിൽ നിന്ന് വന്ന പേരിനെ കുറിച്ച് വലിയ നിശ്ചയമില്ലാത്തതുണ്ട്. സ്വർഗത്തിലെ സകല സൃഷ്ടികൾ, സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല ദൈവ മനുഷ്യർക്കും
അതാണ് അതിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ എല്ലാ ജനത്തിനും പേര് കിട്ടിയിട്ടുണ്ട്. ആ പേര് മനസ്സിലാകാത്തവർക്കാണ് അവരവരുടെ കുടുംബ പേര് വലുതായി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പേരാണ് വലുതെന്ന് സ്വർഗത്തിലെ പിതാവിനോട് ചോദിക്കണം. എൻ്റെ കർത്താവെ, ഞാൻ ഇപ്പോഴും ആദമിന്റെ വഴി കിട്ടിയ ആ പേരിൽ വളരെ പ്രശംസിക്കുന്നു. ഞങ്ങളും അവരും എല്ലാം ഒന്നായ വിവരം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത് എൻ്റെ ബുദ്ധി കൊണ്ട് അറിഞ്ഞാലും എൻ്റെ സിസ്റ്റം കൊണ്ട് അറിയാൻ പറ്റുന്നില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം ഒന്നാണ്, പക്ഷെ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ സിസ്റ്റം കൊണ്ട് അത് അറിയാൻ പറ്റുന്നില്ല. പൗലോസിന് അത് അറിയാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഭാര്യയുടെ കുടുംബം 8 പിള്ളേരാണ്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നതെല്ലാം ഒരു ജാതി മതവും നോക്കാതെയാണ്. കാരണം ഒരു വിശ്വാസികളായി കഴിഞ്ഞപ്പം ആകെ ഒരൊറ്റ ചോദ്യത്തിലോട്ട് വന്നു, വിശ്വാസിയാണോ അല്ലയോ, അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം തന്നെ നമ്മുടെ ഇടയിലില്ല. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന അതാത് ജാതിയിൽപ്പെട്ട ആൾക്കാരെയാണ്. അപ്പൊ ഈ അതാത് ജാതിയിൽ നിന്ന് വന്നവരെ, അപ്പൊ കേരളത്തിന് വെളിയിലേക്കുള്ളതിനേക്കാൾ വിശ്വാസികളുടെ ഇടയിൽ ഞാൻ പറഞ്ഞു, അവിശ്വാസികളുടെ ജാതി വ്യവസ്ഥ എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ വിശ്വാസികളുടെ ഇടയിലുള്ള ജാതി വ്യവസ്ഥ കൂടുതലും പ്രബലമായിട്ടുള്ളത് കേരളത്തിലാണ്. ആന്ധ്രയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് പാരമ്പര്യമായിട്ട് വന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ളവർക്കാണ്. പക്ഷെ പെന്തക്കോസിന് വിശ്വാസത്തിൽ വന്ന ശേഷവും ഇതേ ജാതി വ്യവസ്ഥ വെച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ വളരെ പരിമിതമായ അറിവേ ഉള്ളൂ കേട്ടോ. ഐ ഓൺലി ലിമിറ്റഡ് നോളജ് അബൌട്ട് ദാറ്റ്. ഞാൻ കണ്ടെടുത്തോളം അറിഞ്ഞെടുത്തോളം ഏറ്റവും കൂടുതൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലായിരിക്കാം ചിലപ്പോൾ, ഇറ്റ്സ് ഓൺലി പാർഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, ഇനിയാണ് നമ്മൾ പുതിയതിലേക്ക് കിടക്കുന്നത്. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഒരു പ്രാർത്ഥനയോടെ പൗലോസ് ആരംഭിക്കുകയാണ്. ഇനി അടുത്ത തലം, അടുത്ത പാക്കറ്റ് നമ്മൾ പൊളിക്കാൻ പോവാണ്. ഒന്നാമത്തെ പാക്കറ്റ് പൊളിച്ചപ്പോൾ എന്താ കണ്ടത്? ഗോഡ് ബ്ലെസ്ഡ് us with all the heavenly blessings ആണ് ഒന്നാമത്തെ പാക്കറ്റ് പൊളിച്ചപ്പോൾ നമ്മൾ കണ്ടത്. ഈ രണ്ടാമത്തെ പാക്കറ്റ് പൊളിക്കുമ്പോൾ നമ്മൾ എന്താ കാണാൻ പോകുന്നത്? അത് നമ്മുടെ അനുസരണമാണ്. രണ്ടാമത്തെ പാക്കറ്റ്, ഇത് രണ്ടും കൂടെ വലിയൊരു പാക്കാണ്. രക്ഷിക്കപ്പെട്ടയാൾക്ക് ആദ്യത്തെ മാത്രമായിട്ട് കിട്ടില്ല. ഇതില് ഇന്നത്തെ നമ്മുടെ ഉപദേശം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാത്രം കിട്ടിയവരുണ്ട് കുറെ പേര്, രണ്ടാമത്തെ മാത്രം കിട്ടിയവരുണ്ട് കുറെ പേര്. ഇവർ തമ്മിൽ അടിയോടടിയാണ്. ഇത് രണ്ടും ഒന്നിച്ചു വാങ്ങിക്കുന്നവർ വളരെ കുറവാണ്. ആദ്യത്തെ മാത്രം കിട്ടി പരിപാടി നിർത്തി പോയവരാണ് കൃപക്കാരെന്ന് പറയുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ അടുത്ത ഭാഗം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഇതാണ് സുവിശേഷം. അത് 2 പാക്കറ്റും നമ്മൾ പൊട്ടിച്ചേ പറ്റുള്ളൂ. ഇത് ഒരെണ്ണം മാത്രം പൊട്ടിച്ചവനൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് പൗലോസ് പറയുന്നത്? അപ്പൊ ഇത്രയും വലിയ കൃപാദാനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിന്റെ കൃപാദാനം വളരെയധികം ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശനമുണ്ട്. അൺടോൾഡ് റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇനി കാണുന്നത്. 16-ാം വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ ഈ ധനം മുഴുവൻ ആരെ ബലപ്പെടുത്തുന്നു? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഇത്രയും മഹത്വത്തിന്റെ ധനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, കൃപാധനത്തെക്കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൃപാധനം കർത്താവ് തരുന്നത്, ക്രിസ്തുവിലുള്ള ധനം, അകത്തെ മനുഷ്യനെ സംബന്ധിക്കുന്ന ധനമാണോ പുറത്തെ മനുഷ്യനെ സംബന്ധിക്കുന്ന ധനമാണോ? ഇവിടെ എന്താ പറയുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ഓക്കെ, ക്രിസ്തു വിശ്വാസത്താൽ
നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പം അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ. അതാണ് നമ്മൾ കാണുന്ന മനുഷ്യൻ. നിങ്ങൾ എന്നെ കാണുന്നു, എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ കാണുന്നത് പുറത്തെ മനുഷ്യനെയാണ്. പുറത്തെ മനുഷ്യനെ ശക്തനാക്കുന്നത് എന്തൊക്കെയാണ്? പുറത്തെ മനുഷ്യനെ ശക്തനാക്കുന്നത് എർത്തിലി റിസോഴ്സസ് ആണ്. എർത്തിലി റിസോഴ്സസ്, അതായത് ഒരു മനുഷ്യന്റെ ബുദ്ധി, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള അവന്റെ കഴിവ്, പാരമ്പര്യ ബന്ധങ്ങൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സൗന്ദര്യം, സ്വാധീനം, പിന്നെ മോറൽ ക്യാരക്ടർ. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പുറത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നത്? ഇതൊക്കെയാണ്. നല്ല വസ്ത്രധാരണം, മാനേഴ്സ്, പെരുമാറ്റം. ഇതെല്ലാം ചേർന്നാണ് ഒരു പുറം മനുഷ്യനെ ശക്തനാക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ട്. പൊതുവെ നല്ല കാര്യങ്ങളാണ്. കാരണം സമൂഹം എപ്പോഴും നന്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുറം മനുഷ്യനായാലും മോശം മനുഷ്യനല്ല. ഒരു മോറൽ ഗുഡ്നെസ് ഉള്ള ആൾക്കാരാണ് പുറം മനുഷ്യൻ സ്ട്രോങ് ആയിട്ട് വരുന്നത്. എന്നാൽ അകം മനുഷ്യൻ എന്ന് പറയുന്നത് ശക്തനാകുന്നത് ക്രിസ്തുവിന്റെ ധനത്താൽ മാത്രമാണ്. അതിന് ലോകത്തിന്റെ യാതൊരു ധനത്താലും അകത്തെ മനുഷ്യന് ശക്തനാകാൻ സാധിക്കില്ല. കാരണം ദൈവം നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗുണങ്ങളാൽ മാത്രമേ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവുള്ളൂ. അത് ക്രിസ്തുവിന്റെ അപ്രമേയ ധനമാണ്. അത് നമ്മുടെ ബുദ്ധി നല്ലപോലെ വർക്ക് ചെയ്യുന്നതല്ല, നമ്മൾ ടാലന്റുകൾ പ്രയോഗിക്കപ്പെടുന്നതല്ല, നമ്മൾ മണ്ടന്മാരാകുന്നതാണ്. നമ്മളല്ല, അതാ നമ്മളല്ല എന്ന് പറയുന്നത്. ഈ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. അത് ക്രിസ്തുവിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയുമ്പോൾ അതിനർത്ഥം അതാണ്. ഞാൻ നേടിയ ലൈഫ് എൻ്റെ പുറം മനുഷ്യന്റെ അധ്വാനം അല്ല, എൻ്റെ ടാലന്റുകൾ നല്ലപോലെ വിനിയോഗിക്കുന്നതല്ല. അതാണ് മതം. ക്രിസ്തുവിന്റെ കൃപാദാനങ്ങൾ വിനിമയം ചെയ്യുന്നതാണ്. ആ ധനമാണ് നമ്മളെ ആന്തരിക മനുഷ്യനെ ശക്തനാക്കുന്നത്. അത് ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും നിന്ന സഹിക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെയുള്ള മനസ്സാണ്. ഇത്രയും വാക്യങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.